ഡ്രൈ ഫീഡ്സ് ആണ്. ഡ്രൈ ഫീഡ് ഇത് നമ്മൾ പാൻഡോറസിന്റെ പ്രീമിയം ഫുഡാണ്. ഇത് നമ്മൾ അഡൽട്ടിനും ഫ്രൈസിനും വേറെ സെപ്പറേറ്റ് ഉപയോഗിക്കുന്നതാണ്. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമീണമായ പ്രദേശത്താണ് ഇന്ന് ഓർഗാനിക് കേരളത്തിൻ്റെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്. നമ്മളെ വീഡിയോയിൽ നമ്മുടെ അഭിലാഷ്, എൻ്റെ അടുത്ത സുഹൃത്താണ് അഭിലാഷ് എൻ്റെ അലങ്കാര മത്സ്യങ്ങളെക്കുറിച്ച് കാണിക്കാനാണ് നമ്മൾ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ കുറേ അലങ്കാര മത്സ്യങ്ങളൊക്കെ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അഭിലാഷിൻ്റെ അലങ്കാര മത്സ്യം ചെയ്തിരിക്കുന്നത് കാണാൻ ഒരു ഭയങ്കര രസകരമായ രീതിയിലാണ് അഭിലാഷ് ചെയ്തിരിക്കുന്നത്. അഭിലാഷ് ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഫ്രിഡ്ജ് ബോക്സ് മാറ്റിയിട്ട് നമ്മുടെ ഈ സിമൻറ്റ് കൊണ്ട് വളരെ നല്ല രീതിയിൽ ടാങ്കുകളൊക്കെ കിട്ടിയിട്ടാണ് അഭിലാഷ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അഭിലാഷിൻ്റെ ഈ ഫാമിനെ പറ്റിയിട്ട് എന്തൊക്കെയാണുള്ളതെന്നുള്ളത് നമുക്കൊന്ന് വിശദമായിട്ട് അഭിലാഷിനോട് തന്നെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അഭിലാഷേ, നമ്മളെ ഓർഗാനിക് കേരളത്തിൽ ഒരുപാട് ആളുകളുടെ ഇത് കാണിച്ചിട്ടുണ്ട്. ഈ ഫാം, അലങ്കാര മത്സ്യ ഫാമും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. എന്താണ് അഭിലാഷ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് എത്ര കാലമായി? അഭിലാഷ് പ്രധാനമായിട്ട് ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞാനിപ്പോൾ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് ഒരു 2 വർഷത്തോളമായി. 2 വർഷമായി അഭിലാഷ് വന്നിട്ട്. ഇപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് ഗപ്പി മാത്രമാണ്. നമുക്ക് എല്ലാവർക്കും ചെറുപ്പം മുതലേ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ വളർത്താനും. അഭിലാഷ് ചെറുപ്പം മുതലേ ഗപ്പി വളർത്തിയിരുന്നോ? ചെറുപ്പം മുതലേ ഗപ്പി മാത്രമല്ല, അപ്പം നമുക്ക് ഇവിടെ കുളവും പരിസരങ്ങളൊക്കെ ഉള്ളത് കാരണം, തോടുകളൊക്കെ ഉള്ളത് കാരണം നാട്ടിൽ അവിടെ നിന്ന് മീൻ പിടിക്കും, നമ്മൾ ഗ്ലാസ്സിട്ട് കാണാം. അതൊക്കെ ഒരു ഭയങ്കര ഒരു താല്പര്യമുള്ള കാര്യമായിരുന്നു. ഏകദേശം അഭിലാഷിന് എത്ര വയസ്സായി? എനിക്കിപ്പോൾ ഒരു 26 വയസ്സായി. 26 വയസ്സായി. 26 വയസ്സിൽ ഒരു 24 വയസ്സ് മുതൽ അഭിലാഷ് ഇപ്പോഴത്തെ ഈ ഗപ്പിയുടെ ഒരു, അതായത് ഹൈബ്രിഡ് ഗപ്പികളായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? അഭിലാഷിന്റെ ആ തുടക്കകാലത്തൊക്കെ ഇപ്പോൾ ഉള്ള ഒരു മാർക്കറ്റ് ഗപ്പിക്ക് ഉണ്ടായിരുന്നോ? എങ്ങനെയാണ് തുടക്കകാലത്ത് മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നു. വിൽപ്പന എങ്ങനെയാണ്? കാര്യമായിട്ട് എങ്ങനെയായിരുന്നു വിൽപ്പന? ഞാൻ തുടങ്ങിയത് നമുക്ക് ഷോപ്പുകളിലേക്കൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ വീട്ടിന് പരിസരത്തുള്ള കുട്ടികൾ മേടിക്കുമല്ലോ എന്നുള്ള ഒരു ധാരണയിലായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി നമുക്ക് കൊറിയർ അയക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നത്. അതെ, അത് ഏകദേശം ഇപ്പൊ കഴിഞ്ഞ 1.5-2 വർഷമായിട്ട് ഉണ്ടോ? ഈ തന്നെ ഉണ്ട് അല്ലേ? നിങ്ങളെ തുടങ്ങുന്ന കാലത്ത് തന്നെ കൊറിയർ ഒക്കെ എടുക്കുന്നുണ്ട്. അഭിലാഷ് പ്രധാനമായിട്ട് ഇവിടെ ഗപ്പികളാണ് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ വന്നപ്പോൾ എനിക്കിവിടെ വലിയൊരു ഫാം സെറ്റപ്പ് വെച്ചിട്ടൊന്നും കാണാനില്ല. പക്ഷെ വളരെ കുറഞ്ഞൊരു സ്ഥലത്ത് അഭിലാഷ് വളരെ രസകരമായ രീതിയിൽ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, അഭിലാഷിന്റെ മീനൊക്കെ കാണുമ്പോൾ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ട സമയത്ത് അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അഭിലാഷിൻ്റെ ഇവിടെ ഇങ്ങനെ ഇപ്പം ഇത്രയും ചെറിയൊരു ഇതല്ലേ ഉള്ളൂ, ഒരു സെറ്റപ്പാണ് അഭിലാഷ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് അഭിലാഷിന് നല്ലൊരു വരുമാനം, ഈ ചെയ്തിരിക്കുന്നതിന് തന്നെ നല്ലൊരു വരുമാനം നേടാൻ പറ്റുന്നുണ്ടോ? ഇപ്പോഴത്തെ ഒരു കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് വെച്ചിട്ട് നമ്മൾ ബൾക്കായിട്ട് പ്രൊഡക്ഷൻ ചെയ്തില്ലെങ്കിലും ചെയ്യുന്നത് ക്വാളിറ്റിയിൽ ചെയ്യുമ്പോൾ നമ്മളതിന് മേടിക്കാനും ആളുകളുണ്ട്. അപ്പോൾ നമ്മൾക്ക് ബൾക്കായിട്ട് ചെയ്ത് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുക എന്നുള്ളതിലല്ല, നമ്മൾ ക്വാളിറ്റിയിൽ ചെയ്തിട്ട് അതിൻ്റെതായ വിലക്ക് കൊടുക്കുക എന്നുള്ളതാണ് അഭിലാഷ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു വിജയകരമായിട്ട് പോകുന്നുണ്ട്. 100% സാറ്റിസ്ഫൈഡ് ആണ് ഇതില് അല്ലേ? ഇപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടു, ഇവിടുന്ന് ഫ്രിഡ്ജ്, സാധാരണ ഞാൻ പോകുന്ന വഴികളിലൊക്കെ ഫ്രിഡ്ജ് ബോക്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിയ ക്യാഷൊക്കെ കൊടുത്ത് ഒരുപാട് തൊട്ടികളും കാര്യങ്ങളൊക്കെ വെച്ച്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അഭിലാഷ് ഒറ്റത്തവണ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മുടെ എന്താ പറയുക, സിമെന്റ് ഇട്ടിട്ട് കാലങ്ങളോളം ഇപ്പം അത് വെക്കാവുന്ന രീതിയിലാണ് ഇതിട്ട്. അപ്പോൾ ഈ അങ്ങനെ ഒരു ഇതിലേക്ക് ആദ്യം ഫ്രിഡ്ജ് ബോക്സ് ആയിരുന്നോ അതോ ഇങ്ങനെ സിമെന്റ് ടാങ്കുകളിൽ തന്നെയാണോ ഇതിനെ വളർത്തിയിട്ടുണ്ടായിരുന്നത്? അല്ല, എല്ലാവരെയും പോലെ ആദ്യം ഫ്രിഡ്ജ് ബോക്സുകളിൽ തന്നെ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്രിഡ്ജ് ബോക്സുകൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ പല പ്രശ്നങ്ങളും വരുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് ഒഴിവാക്കിയിട്ട് അപ്പോൾ സിമെന്റ് ബോക്സ്, എന്താണ് പ്രധാനമായിട്ട് എന്താ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയത് നിങ്ങൾ ചെയ്യുമ്പോൾ? സിമെന്റ് ബോക്സ് നമ്മളിപ്പോൾ ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ തറ കോൺക്രീറ്റ് ഒന്നും ഇടാത്തതുകൊണ്ട്, മണ്ണിന്റെ ഒരു ഇതായതുകൊണ്ട് അതിൽ പെരിച്ചാഴി നമ്മുടെ ആ ഒരു ശല്യം ഉണ്ടായിരുന്നു. വന്ന് വരുത്തുക. അതിനല്ല, ഈ മണ്ണിനെ നമ്മൾ അതിന്റെ അടിയിലുള്ള മണ്ണിനെ ഓട്ട വരുത്തി. അപ്പോൾ പിന്നെ അങ്ങനെ വരുമ്പോൾ എലികളും പെരിച്ചാഴികളൊക്കെ വരുമ്പോൾ പിന്നെ പാമ്പുകൾക്ക് വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ വൃത്തിയായി കിടക്കട്ടെ എന്നുള്ള ഒരു രീതിയിൽ ഞാൻ ചില സ്ഥലങ്ങളിൽ പോകുമ്പോഴേ ചില ബ്രീഡേഴ്സൊക്കെ പറയാറുണ്ട്, അതായത്
നമുക്ക് പരിചയമുള്ള കുറേ ബ്രീഡേഴ്സൊക്കെ പറയാറുണ്ട്. ഈ ഫ്രിഡ്ജ് ബോക്സ് ചില സ്ഥലങ്ങളിൽ വെക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് വീണ്ടും ലീക്ക് ആവുന്നു. പിന്നെ ഇപ്പോൾ ഫ്രിഡ്ജ് ബോക്സിന് അത്യാവശ്യം റേറ്റ് ആയി, ഏകദേശം നല്ല റേറ്റ് ഉണ്ട്. ഇതിന്റെ കൂടെ പിന്നെ നമ്മളൊരു MC-ലൊക്കെ വാങ്ങി ഇത് ഒട്ടിച്ചെടുക്കുമ്പോഴേക്കും നമുക്കിതൊരു ഭീകരമായിട്ട് ക്യാഷ് വരുന്നു. അത് മാത്രമല്ല ഈ ഫ്രിഡ്ജ് ബോക്സ് ഏകദേശം ഒരു വർഷമൊക്കെ ആകുമ്പോഴേക്കും ഇത് വീണ്ടും ലീക്കായി പോകുന്നതൊക്കെ പറയുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഇതുകൊണ്ട് അവസാനിച്ചല്ലോ അല്ലേ? ഇപ്പൊ ഈ നിങ്ങൾ ഈ ഒരു രീതിയിലേക്ക് ടാങ്കുകളെ സെറ്റ് ചെയ്തപ്പോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ഉപകാരം എന്നുള്ളത്, നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് ആണെങ്കിൽ അതിന്റെ ഒരു കറക്റ്റ് ആയിട്ട് ലെവലിൽ നിർത്തി, സിമെന്റിന്റെ ടാങ്ക് ആകുമ്പോൾ അതിന്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ടബുകൾ വെക്കുകയാണെങ്കിൽ അതിന്റെ മുകളിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അത്യാവശ്യം ഒരു മുകളിൽ കയറി നിൽക്കുകയാണെങ്കിൽ നിൽക്കാം, ഒരു ബലം ഉണ്ടാവും. അപ്പൊ ആ ഒരു വ്യത്യാസം മാത്രം നമുക്ക് പിന്നെ കയറി നിൽക്കും ചെയ്യാം അല്ലേ? പിന്നെ ഇതിപ്പോ അത്യാവശ്യം കാലങ്ങളോളം ഇത് കൊണ്ടുപോകുകയും ചെയ്യാം. ഇതിന് വേറൊരു പ്രശ്നം ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അതായത് സാധാരണ ഗപ്പീസിനൊക്കെ വളർത്തുമ്പോൾ തണുപ്പ് ഒരു വലിയ പ്രശ്നമാണ്. പല ബ്രീഡേഴ്സും പറയുന്നതാണ് തണുപ്പ്. അതേപോലെ നമ്മളെ ആൽബിനോ വെറൈറ്റീസിനൊക്കെ ചെയ്യുമ്പോൾ തണുപ്പ് വലിയ പ്രശ്നമാണ്. ഇത് ഈ സിമന്റ് ടാങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ തണുപ്പ് ഇച്ചിരി കൂടുതലായിരിക്കില്ലേ? സിമന്റ് ടാങ്കിൽ തണുപ്പ് നമുക്ക് കൂടുതൽ തന്നെയാണ്. പിന്നെ എനിക്ക് ഇവിടെ പ്രശ്നം കൂടുതൽ വന്നിട്ടുള്ളത്, സിമന്റ് ടാങ്കിലും ഫ്രിഡ്ജ് ബോക്സിലും ചെയ്യുമ്പോൾ മഴ ഡയറക്റ്റ് ആയിട്ട് കൊള്ളുന്ന സമയത്ത് ഈ ആൽബിനോ വെറൈറ്റീസിന്, റെഡ് ഐ വെറൈറ്റീസിന് അസുഖങ്ങൾ പെട്ടെന്ന് വരാൻ സാധ്യത കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം പിന്നെ ഞാൻ മഴ കൊള്ളാത്ത രീതിയിൽ മറച്ചിട്ട്, ഇപ്പൊ സിമന്റ് ടാങ്കിലേക്ക് ആയതിനു ശേഷം ടെമ്പറേച്ചർ വ്യത്യാസം വരികയാണെങ്കിൽ കൂടി അധികം പ്രശ്നം വരുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങൾ ആൽബിനോസ് ചെയ്യുന്നുണ്ടോ? ഇവിടെ ആൽബിനോസ് വെറൈറ്റി ചെയ്യുന്നുണ്ട്. അത് വലിയ കുഴപ്പമൊന്നും ഇല്ല. സിമന്റ് ടാങ്കിൽ വന്നിട്ട് അസുഖങ്ങൾ പിടിപെടുക അങ്ങനെ ഒരു പ്രശ്നങ്ങൾ കണ്ടിട്ടില്ല. അത് ശരി. ഈ അഭിലാഷ് ഇത് ചെയ്യുമ്പോഴേ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, അതായത് നമ്മൾ ക്വാളിറ്റിയോടെ ചെയ്തിട്ട് അതിൻ്റെതായ ഒരു മാർക്കറ്റിൽ വിൽക്കുക. അപ്പോൾ അഭിലാഷ് ഇവിടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെയാണ് ഫിഷിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്? ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ആക്കി ഇടുക. പിന്നെ നല്ല ക്വാളിറ്റി ഫുഡ് കൊടുക്കുക, ക്വാളിറ്റിയിൽ വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ 3 കാര്യമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്. വാട്ടർ ചേഞ്ചിങ് എത്ര ദിവസം കൂടുമ്പോൾ ചെയ്യുന്നുണ്ട് ഇവിടെ? വാട്ടർ ചേഞ്ചിങ്ങിൽ ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ വാട്ടർ ചേഞ്ചിങ്. എന്താണ് വർക്ക്? അഭിലാഷിന്റെ വർക്ക് എന്താണ് ശരിക്കും? ഞാൻ സ്കൂൾ അധ്യാപകനാണ്. ഇവിടെ നമ്മുടെ വീട്ടിന്റെ അടുത്ത് തന്നെ ആലത്തൂര് വെങ്ങന്നൂര് പറഞ്ഞ സ്ഥലത്ത് മോഡൽ സെൻട്രൽ സ്കൂൾ പറഞ്ഞ സ്കൂളിൽ ചിത്രകല അധ്യാപകനായിട്ട് വർക്ക് ചെയ്യാണ്. ചിത്രകല അധ്യാപകനാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഈ 2-3 ദിവസം കൂടുമ്പോൾ ഈ വാട്ടർ ചേഞ്ചിങ് ഒക്കെ ചെയ്യാനേ നിങ്ങളുടെ ഈ ജോലി ഇതുമായിട്ട് ഒരുപാട് പ്രശ്നം വരില്ലേ? ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ലോക്ക്ഡൌൺ ആയതിനു ശേഷം അതല്ല, അതിന് മുമ്പ് വരെ നമ്മൾ രാവിലെ പോയി ഒരു 4-5 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിലെത്തും. അപ്പോൾ അതിനുശേഷം നമുക്ക് ഫുൾ ഫ്രീ ആയിരിക്കും. ബാക്കിയുള്ള സമയത്താണ് നമ്മുടെ ഈ വാട്ടർ ചേഞ്ചിങ്ങിനും കാര്യങ്ങളും അല്ല. എത്ര ബ്രീഡുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്? ഞാനിപ്പോൾ ഒരു 20ഓളം വെറൈറ്റികൾ ഇവിടെ ചെയ്യുന്നുണ്ട് അല്ലേ? അഭിലാഷേ, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഒന്ന് വാട്ടർ ചേഞ്ചിങ് ആണ് ഇതിൻ്റെ പ്രധാന ഒരു ഘടകം, ഒന്ന് ഇതിനെ ക്വാളിറ്റിയോടെ നിലനിർത്തുന്നത്. അതിന്റെ കൂടെ നിങ്ങൾ രണ്ടാമത് പറഞ്ഞത് ഫുഡിനെ പറ്റിയിട്ടായിരുന്നു. നിങ്ങൾ എങ്ങനെയാണ്, എന്ത് ഫുഡ് കൊടുത്തിട്ടാണ് ഇവിടുത്തെ ഗപ്പീസിനെ ഇത്ര ക്വാളിറ്റിയോടെ നിലനിർത്തുന്നത്? ഫുഡ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് RTMA തന്നെയാണ്. RTMA ഹാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ കുട്ടികൾക്ക് മാത്രമാണോ അതോ? അല്ല, നമ്മൾ ബ്രൂഡ് സ്റ്റോക്കിന് എല്ലാത്തിനും നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 നേരം വെച്ചിട്ട് RTMA വിരിച്ച് കൊടുക്കുന്നുണ്ട്. പെലറ്റ്സ് നമ്മൾ പാണ്ടോരാസിന്റെ ഫീഡ് കൊടുക്കുന്നുണ്ട്, ഡ്രൈ ഫീഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ ദിവസവും യൂസ് ചെയ്യുമോ? ഇല്ല, നമ്മളത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ RTMA ഫ്ലേക്സ് കൊടുക്കാറുണ്ട്. OSID RTMA ഫ്ലേക്സ്, സ്പൈറലിന ഫ്ലേക്സ് കൊടുക്കാറുണ്ട്. പിന്നെ മൊയിന കൾച്ചർ ചെയ്യുന്നുണ്ട്. RTMA മൊയിനും കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രിൻസ്പീനോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ? പ്രിൻസ്പീന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാറില്ല. നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് 1-2 ദിവസങ്ങൾ കൂടുമ്പോൾ പ്രിൻസ്പീനും കൊടുക്കാറില്ലേ? അതെന്താണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാത്തതിന്റെ കാരണം? പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രിൻസ്പീന് കൊടുക്കാത്തത്, ഒന്ന് വൈറ്റ് കളറുള്ള യെല്ലോ കളർ അങ്ങനെയുള്ള ഗപ്പികൾക്ക് നമുക്ക് പ്രിൻസ്പീനും RTMA ഫ്ലേക്സ് പോലുള്ള ഇത് കൊടുക്കുമ്പോൾ നമുക്കൊരു ലൈറ്റ് റെഡ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോ കളർ കയറി വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനും കൊടുക്കുമ്പോൾ നമ്മൾ പ്രിൻസ്പീന് ഈ വൈറ്റ് എക്സിലോ ഫുൾ ഗോൾഡ് ഗപ്പികൾക്ക് ഉൾപ്പെടെ നമ്മളിവിടെ പ്രിൻസ്പീന് കൊടുക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു കംപ്ലൈന്റ് നമുക്ക് ഇതുവരെ വന്നിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ശരിക്കും ഇതിന്റെ വിൽപ്പനയൊക്കെ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ? സോഷ്യൽ മീഡിയ തന്നെയാണോ? സോഷ്യൽ മീഡിയ തന്നെയാണ്. ഒരു പരിധിവരെ നമ്മൾ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ, അതിലൂടെ തന്നെയാണ് നമ്മൾ
ഈ സെയിലിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സെയിലിംഗ് തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം ഒരിക്കൽ കൂടി ചോദിക്കണം. അതായത് നിങ്ങൾ പറയുന്നു ക്വാളിറ്റി ഉള്ള ഇതിനെ നമ്മൾ ക്വാളിറ്റി ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ക്വാളിറ്റിയോടെ വളർത്തുന്നു. ആ ക്വാളിറ്റിയോടെ വളർത്തുന്നതിന് നമ്മൾ ആ ഒരു വിലയ്ക്ക് നമ്മൾ വിൽക്കുന്നു. ഇതാണല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അഭിലാഷ് ഇപ്പം നമുക്ക് ഈ ഗപ്പീസിനൊക്കെ എടുത്ത് നോക്കുമ്പോൾ ശരിക്കും നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മളെ തുണിക്കടയിലൊക്കെ പുതിയ പുതിയ ട്രെൻഡ് വരുന്ന പോലെയാണ്. അതേപോലെയാണ് ഗപ്പീസ്. ഓരോ സമയത്തും പുതിയ പുതിയ ഇത് വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അഭിലാഷ് ചെയ്യുന്ന ഒരു രീതി എങ്ങനെയാണ്? അതായത് ഒരു ബ്രീഡിനെ കൊണ്ടുവന്നാൽ ആ ബ്രീഡിനെ എന്നും നിലനിർത്തുന്നുണ്ടോ, അതോ പുതിയ പുതിയ ബ്രീഡുകൾ എടുക്കുന്നതിനനുസരിച്ച് നമ്മളെ ട്രെൻഡിനനുസരിച്ച് മാറ്റുന്നുണ്ടോ, എന്താ ചെയ്യുന്നത്? ഉണ്ട്. ഇല്ല, അങ്ങനെയല്ല. നമ്മൾ എടുത്ത ബ്രീഡ് നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ തുടങ്ങിയത് നമ്മുടെ യെല്ലോ ലേസ്, പിന്നെ ജെറ്റ് ബ്ലാക്ക്, അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു തുടങ്ങിയത്. അപ്പോൾ അത് ഞാനിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ചോദിക്കാം, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 20ഓളം ബ്രീഡുകളെ നിങ്ങളിപ്പോൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഈ ചെയ്യുന്നതിൽ നിങ്ങൾ പലതും പഴയതും പുതിയതുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പുതിയത് വരുന്നതിൽ നിന്നൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് വാങ്ങാറുണ്ടോ? പുതിയതിനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും പുതിയത് ഇറങ്ങിയിട്ടുള്ള പ്ലാറ്റിനം റെഡ് ഡംബോയറിന്റെ ഹാഫ് മൂൺ ടൈല് പുതിയ ലേജൻഡ്, പിന്നെ ലസൂലി ബ്ലൂ ടൈൽ ഉണ്ട്. അങ്ങനെ അതൊക്കെ പുതിയതാണ്. വളരെ ഇപ്പൊ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഇങ്ങനെയുള്ള ഏറ്റവും പുതിയതുകൊണ്ട് എല്ലാം കൊണ്ടുപോകും. അപ്പോൾ അഭിലാഷിന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളിപ്പോൾ ജോലിയോടൊപ്പം ഇതിനെ നമുക്ക് നല്ലൊരു വരുമാന മാർഗമാക്കി കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും, യാതൊരു സംശയമില്ല. അതായത് നമുക്ക് നമ്മുടെ ജോലി നമ്മൾ ഡെയിലി വന്ന് പോകുന്നതായിരിക്കണം എന്ന് മാത്രം, അല്ലേ? അതെ. പിന്നെ നമ്മൾ ഇതൊരു വരുമാന മാർഗം എന്നുള്ള രീതിയിലല്ലേ, അതെ, നമുക്ക് മനസ്സിനൊരു സന്തോഷം, നമുക്ക് നമ്മുടെ ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് എന്തെങ്കിലുമൊക്കെ നമുക്ക് താല്പര്യമുള്ള ഒരു ഇതാവുമ്പോൾ ശരിയാണ്, നമുക്കൊരിത് തന്നെയാണ്. അതെ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. അഭിലാഷ് വളർത്തുന്ന മീനുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതോടൊപ്പം അഭിലാഷിന്റെ ഈ ഗപ്പി ഫാം ഉണ്ടല്ലോ, ഇതിനും കൂടി നമുക്കൊന്ന് ആളുകളുടെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു. ഓക്കെ അഭിലാഷേ, ഇത് ഏതാണ് നമ്മുടെ ബ്രീഡ്? നമ്മളിപ്പോ ഈ ആദ്യം കാണിക്കുന്ന ബ്രീഡ് ഇതിപ്പോ പ്ലാറ്റിനം ഡംബോയറിന്റെ ഏറ്റവും പുതിയ ഡംബോയറിന്റെ പുതിയ ലൈനേജ്. അതായത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഴയതിനെ അപേക്ഷിച്ചിട്ട് ഇതിന്റെ ടൈല് ഹാഫ് മൂൺ ടൈലാണ്. പിന്നെ ഇയർ നല്ല ക്വാളിറ്റി ഇയറാണ്, നല്ല വലിപ്പം വരുന്നത്, നല്ല ക്വാളിറ്റി വരും. പിന്നെ ഡോർസൽ വലുതാണ്, ഹൈ ഡോർസലാണ് വരുന്നത് ഇതില്. ഹൈ ഡോർസൽ വരുന്നുണ്ട് അല്ലേ? ഇത് ഏതാണ്? ഇത് നമ്മുടെ HB ബ്ലൂവിന്റെ ഓവർ ടൈലാണ്. ഓവർ ടൈല് ഇതിപ്പോ പുതുതായിട്ട് വന്നൊരിതല്ലേ ഇത്? കുറച്ച് HB ബ്ലൂ ഉണ്ട്. അതിന്റെ ഓവർ ടൈലിന്റെ ജൂവലൈൽസ് ആണിത്. സൈസ് ആയിട്ടില്ല, ആ ടൈല് കുറച്ചുകൂടി വലുതാവും. അപ്പോൾ ജൂവനൈൽസ് ആണ് നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത്. ജൂവനൈൽസ് നമ്മൾ പറഞ്ഞിട്ട് ആവശ്യക്കാർക്ക് ജൂവനൈൽസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഏതാണ് അഭിലാഷേ? ഇത് ആൽബിനോ വെറൈറ്റി ആണ്. ജാപ്പാനീസ് ബ്ലൂ റെഡ് ടൈൽ എന്ന് പറയുന്ന വെറൈറ്റി ആണ്. അതായത് ടൈല് നല്ല റെഡ് കളറായിരിക്കും, അതിൻ്റെ ബോഡിയിൽ ബ്ലൂ കളർ വരുന്നതാണ്. ഇത് അത്യാവശ്യം സെയിലൊക്കെ ഉണ്ട്, നടക്കുന്ന ഐറ്റമാണ്. ഇത് നമ്മുടെ വൈറ്റ് എക്സിഡോ പിന്നെ കുറച്ച് പഴയ സ്ട്രെയിൻ ആണ്, നല്ല സെയിൽ നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ ജാപ്പാനീസ് ബ്ലൂ മൊസൈക്ക് എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ്. ജാപ്പനീസ് ബ്ലൂ മൊസൈക്ക് അല്ലേ? കൊള്ളാലോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അഭിലാഷം സെയിലൊക്കെ തുടങ്ങിയോ? ഉണ്ട്, അത്യാവശ്യം കുറച്ച് പേരെ നമ്മുടെ കയ്യിലുള്ളൂ. മൂവ്മെന്റ് ഉള്ള ഇതാണ് ഐറ്റമാണ്. ഇത് നമ്മുടെ ബ്ലൂ ഡയമണ്ട് ആണ്. കൊള്ളാലോ, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നിങ്ങളെ. ബ്ലൂ ഡയമണ്ട് അല്ലേ? ഇത് നമ്മുടെ ചില്ലി മൊസൈക്ക് ഡംബോയറിന്റെ ഡംബോയറാണ് അല്ലേ? ഇത് അത്യാവശ്യം സെയിലുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. ഇപ്പോൾ ബിഗ് ഇയർ ഐറ്റംസ് ആണ് കൂടുതലും നമ്മുടെ നിന്ന് സെയിലാവുന്നത്. ഇത് AFRന്റെ ഹൈ ഡോർസലാണ്. റിബണും നോൺ റിബണും വരുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ അഭിലാഷിന്റെ മീനുകളൊക്കെ കണ്ടു. മീനുകളെ പറഞ്ഞാൽ മുഴുവനും നമ്മൾ കാണിച്ചിട്ടില്ല, സമയപരിമിതി കൊണ്ട് തന്നെ. പിന്നെ അഭിലാഷിന്റെ കുറച്ച് ജുവനൈൽസ് ഒക്കെ ആയതുകൊണ്ട് അഭിലാഷിന്റെ അടുത്ത് നല്ലൊരു കളക്ഷൻ ആണുള്ളത്. ഇത് ഇവിടെ ഇങ്ങനെ വേറെ അഭിലാഷ് കുറച്ച് ഇത് ചെയ്തിരിക്കുന്നല്ലോ, കടലാസിന്റെ. ഇത് നമ്മുടെ ലോക്ക്ഡൌൺ ടൈമിൽ നമുക്ക്
ബ്രീഡ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ മാറ്റിയിടാൻ പാത്രങ്ങളൊന്നും കിട്ടാൻ കടകളില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ചിലവ് കുറഞ്ഞ രീതിയിൽ വേഗം ഒന്ന് തട്ടിക്കൂട്ടി എടുത്തതാണ് ഈ നമ്മുടെ ബോക്സ്. ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് കടലാസ് പെട്ടി വെച്ചിട്ട് അതിനെ സെൻറ്ററിൽ മുറിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ടാർപോളിൻ ഷീറ്റ് ഇറക്കി വെച്ചിരിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇല്ല, നമ്മൾ ജസ്റ്റ് മുകളിലാണ്, അത്രത്തോളം നമ്മൾ വെള്ളം നിറക്കില്ല. ഇതിങ്ങനെ ഷെൽഫ് ഉണ്ടാക്കിയാൽ നിങ്ങൾ വെച്ചു മാത്രം. അതെ, അത് ഒരു വിജയകരമായ പരിപാടിയാണല്ലോ അല്ലേ? ഇതിലൊക്കെ അത്യാവശ്യം. അതെ, അപ്പോൾ നമ്മൾ ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് വെച്ചതാണ്. അപ്പോൾ ഇത്രയും കാലമായിട്ട് ഇപ്പോൾ ഒരു 5 മാസത്തോളം ആയി. 5 മാസത്തോളം നമ്മളിപ്പോൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. വെള്ളം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, വെള്ളം ഇറങ്ങി പെട്ടെന്ന് കേടുവന്ന് പോകുന്നു. അല്ലേ? ഇതില് അഭിലാഷ് ഇവിടെ ഇങ്ങനെ നമ്മൾ കുറച്ച് ഫിൽറ്റർ ഇരിക്കുന്നതാണ്. ഇത് അഭിലാഷ് ഉണ്ടാക്കിയ ഫിൽറ്റർ. ഇത് ഞാനിവിടെ സ്പോഞ്ച് ബയോ ഫിൽറ്റർ നമ്മൾ കണ്ടിട്ട് ആ ഒരു മെത്തേഡിൽ റക്രോൺ പഞ്ഞിയും നമ്മുടെ ചെങ്കൽ കഷ്ണം പിന്നെ കരിക്കട്ട അതൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ തന്നെ ചെയ്തതാണ്. അഭിലാഷിനെ സ്വന്തമായിട്ട് ചെയ്തതാണ്. അഭിലാഷിന്റെ കരവിരുതുകളാണ് ഇവിടെ അല്ലേ? എല്ലാം അഭിലാഷിനെ അല്ലേ? നമുക്ക് ഇനി അഭിലാഷിന് കുറച്ച് ഫിഷ് ഫുഡ് നേരത്തെ പറഞ്ഞല്ലോ, ഇവരെ ക്വാളിറ്റിയോട് അതും കൂടി ഒന്ന് ജസ്റ്റ് നമ്മളെ പ്രേക്ഷകർ മെയിനായിട്ട് കൊടുക്കുന്നത് ആർട്ടീമിയ ഹാച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഡ്രൈ ഫീഡ്സ് ആണ്. ഡ്രൈ ഫീഡ് ഇത് നമ്മൾ പാണ്ടോറസിന്റെ പ്രീമിയം ഫുഡാണ് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ അഡൾട്ടിനും ഫ്രൈസിനും വേറെ സെപ്പറേറ്റ് ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമ്മൾ എത്ര പ്രായം കൊടുത്തു തുടങ്ങാറ്? കുഞ്ഞുങ്ങൾക്ക് ഒരു 10 ദിവസം നമ്മൾ ആർട്ടീമിയ ആദ്യം കൊടുക്കും. ആർട്ടീമിയ ഹാച്ച് ചെയ്തത് ഒരു 10-15 ദിവസം കൊടുക്കും. അതിനുശേഷമാണ് നമ്മൾ പാണ്ടോറാസിന്റെ പ്രൈസിനുള്ള ഫുഡ് കൊടുക്കുക. പിന്നെ അഡൾട്ട് സൈസിനുള്ള ഫുഡ് വേറെ ഉണ്ട്, അപ്പോൾ അത് നമ്മൾ കൊടുക്കും. പിന്നെ ബ്രൂഡിനും കൊടുക്കാറുണ്ട്. പിന്നെ വേറെ നമ്മൾ കൊടുക്കുന്നത് ആർട്ടീമിയ ഫ്ലേക്സ് ആണ്. OSIയുടെ ആർട്ടീമിയ ഫ്ലേക്സ് കൊടുക്കാറുണ്ട്. പിന്നെ പ്രിൻസിവിന് നമ്മുടെ സ്പൈർലീന ഫ്ലേക്സ് കൊടുക്കുന്നുണ്ട്. നമ്മള് ഫിഷിന്റെ ഫുഡ് കാണിച്ചു. നിങ്ങൾ ഫിഷും മാത്രമുള്ള ഫുഡ് അല്ല, നമ്മൾ അത്യാവശ്യക്കാർക്ക് ഫുഡ് സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മള് എല്ലാ ഫുഡും ഉണ്ടോ? ഉണ്ട്. നമ്മളിപ്പോ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഫുഡും ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. പാണ്ടോറാസ് ആണെങ്കിലും ആർട്ടിമിയ ഫ്ലേക്സ്, പ്രിൻസ്വിൻ, പിന്നെ സ്പൈർലീന ഫ്ലേക്സ് അതൊക്കെ നിങ്ങൾ സെയിലിനും കൂടി ഉണ്ട്. അപ്പൊ ആവശ്യക്കാർക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അഭിലാഷിന്റെ നമ്പർ നമ്മുടെ വീഡിയോയിൽ കൊടുക്കും. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അതിൽ നിന്ന് കോൺടാക്ട് ചെയ്തോളൂ. സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങൾ നമ്മുടെ അഭിലാഷിന്റെ ഈ ഫിഷ് ഫാം കണ്ടു. നിങ്ങൾ അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വളരെ ചുരുങ്ങിയ സ്ഥലത്ത് വളരെ കുറഞ്ഞ ചെലവ് ചെയ്തുകൊണ്ടാണ് അഭിലാഷ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ ഒരു 90% അഭിലാഷാണ് ഇതിൻ്റെ എല്ലാ വർക്കും ചെയ്തിരുന്നത്. അതിനുശേഷം അഭിലാഷിൻ്റെ ഫിഷ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്രത്തോളം ക്വാളിറ്റിയും എല്ലാ കാര്യങ്ങളുമുള്ള ഇതാണ്. പിന്നെ ആവശ്യക്കാർക്ക് അദ്ദേഹം ഏറ്റവും ക്വാളിറ്റിയുള്ള ഫുഡ് തന്നെ എല്ലാവരിലേക്കും എത്തിക്കുന്നുമുണ്ട്. അപ്പോൾ അഭിലാഷിനെ പോലെയുള്ള ഇതുപോലെയുള്ള ഈ ചെറുപ്പക്കാരായ ഒരുപാട് ബ്രീഡേഴ്സ് നമ്മുടെ നാടുകളിലെല്ലാം ഉണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് ഈ ഒരു മേഖലയെ വലിയൊരു ഈ അലങ്കാര മത്സ്യ മേഖലയെ വലിയൊരു നിലയിലേക്ക് എത്തിച്ചതും. ഇന്ന് അത്രത്തോളം ബ്രീഡേഴ്സ് നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ അഭിലാഷിനെ പോലെയുള്ള ആളുകൾ എന്നും നമ്മുടെ ഈ സമൂഹത്തിൽ നിലനിൽക്കണം. ഇവരെ പോലെയുള്ള ആളുകളുടെ ഈ ചെറിയ സംരംഭങ്ങൾ ഒരുപാട് വിജയത്തിലേക്ക് എത്തണം. അതിന് നിങ്ങളെപ്പോലെയുള്ള എല്ലാവരുടെയും സഹായം വേണം. നമ്മുടെ ഈ വീഡിയോ വന്നതിന് ശേഷം എല്ലാവരിലേക്കും എത്തിക്കുക, എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൂടി നമ്മൾക്ക് കമൻ്റായിട്ട് നൽകണം. അപ്പോൾ ഓർഗാനിക് കേരളത്തിൻ്റെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഒട്ടും വൈകാതെ കാണാം. അതുവരെ ബൈ.